പുറപ്പാടിൻ്റെ പുസ്തകം 20-24 ബി സെക്കൻഡ് പാർട്ട്. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ ആശീർവദിക്കും. നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് ഏറ്റുപറയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം. ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം. ലോകം മുഴുവനോടും ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിലും കരുണയിലും വിശ്വസിക്കുന്ന ലോകം മുഴുവനോടും ദൈവം അരുളി ചെയ്യുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. സന്തോഷത്തിന് നേരെ വിപരീതമാണ് ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, ഇങ്ങനെയുള്ള മനോപീഡ ഉണ്ടാക്കുന്ന ചിന്തകൾ. അപ്പം അതിന് വിരുദ്ധമായിട്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഹല്ലേലൂയ. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെ തിരുവചനങ്ങളിൽ ദൈവം ഇതേ സന്ദേശം എല്ലാവർക്കുമായി വീണ്ടും നൽകുന്നു. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്ത് എത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ലോകത്തിൽ അനേക ലക്ഷം ആത്മഹത്യകൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നടക്കുന്നു. അതിൻ്റെ ഉറവിടം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഏറ്റവും അത്യാവശ്യമായ സമാധാനമോ സന്തോഷമോ സ്നേഹമോ വേണ്ടവണ്ണം കുടികൊള്ളുന്നില്ല. അതിനാൽ ദൈവം പറയാണ്, നിങ്ങൾ ബോധപൂർവം മനഃപൂർവ്വം സന്തോഷിക്കണം. സന്തോഷത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും, സ്നേഹം, സന്തോഷം, സമാധാനം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഉളവാക്കുന്ന ഏറ്റവും ആദ്യത്തെ നന്മകളാണല്ലോ സ്നേഹം, സന്തോഷം, സമാധാനം. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയണം. സമാധാനത്തിനും വിരുദ്ധമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയണം. സങ്കീർത്തനം 46:10 പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എല്ലാ നന്മകളുടെയും എല്ലാ ജീവൻ്റെയും എല്ലാ സൃഷ്ടവസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും ഉറവിടം ദൈവമാണ്. ആ ദൈവം പറയാണ്, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും സമൃദ്ധമായി നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും അത് ആഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വളരെ പരിചയമായ ഒരു വചനമായിരിക്കാൻ ഇടയുണ്ട്. യെശയ്യാ 58:11. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ദൈവത്തിന് നമ്മെക്കുറിച്ച് വളരെ ശ്രേഷ്ഠമായ സങ്കല്പങ്ങൾ, താല്പര്യങ്ങൾ, അഭിനിവേശങ്ങളുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം കൊണ്ട് നിറയണം. ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം കൊണ്ട് നിറയണം. വിശ്വാസവും പ്രത്യാശയും നമ്മളിൽ കത്തിജ്വലിക്കണം. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ, മനസ്സിടിക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന, നിരാശ ഉണ്ടാക്കുന്ന എല്ലാ ചിന്തകളും നമ്മൾ തള്ളിക്കളയുകയും പ്രത്യാശയുടെ വചനങ്ങൾ നമ്മൾ
ഏറ്റുപറയുകയും ചെയ്യണം. കാരണം നമുക്കറിയാം, യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അതിനാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വളരെ വലിയ സൗഖ്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, പുതുജീവൻ നൽകുന്ന സന്ദേശമാണ് നൽകുക. 1 തെസ്സലോനിക്ക 5:16 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഫിലിപ്പിയർ 4:4 നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. സന്തോഷത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും വിരുദ്ധമായ എല്ലാ ചിന്തകളും നമ്മൾ നീക്കിക്കളയണം. നമ്മുടെ ദൈവം അനന്ത നന്മ, അനന്ത സ്നേഹം, അനന്ത കരുണ, സർവശക്തൻ. അവിടുന്ന് തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കും. ഹല്ലേലൂയ. ദുഃഖവെള്ളിക്ക് ശേഷം ഉയർപ്പ് ഞായർ കൊണ്ടുവരുന്നവനാണ് നമ്മുടെ ദൈവം. രാത്രിക്ക് ശേഷം, ഓരോ രാത്രിക്ക് ശേഷവും പ്രകാശപൂരിതമായ പുതിയ പകൽ കൊണ്ടുവരുന്നവനാണ് നമ്മുടെ ദൈവം. ഇതിന് ഒരു വലിയ അർത്ഥസൂചനയുണ്ട്. യെശയ്യാ 30:20-21 പറയുന്നുണ്ടല്ലോ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. എന്തിനാണ് ദൈവം ചെറുതും വലുതുമായ തകർച്ചകളും കുരിശുകളും തരുന്നത്? നമുക്ക് ആത്മീയ പരിശീലനം നൽകാനാണ്. തകർച്ചകളെ പ്രതി പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ പറയുകയാണ്, ഇപ്പോഴുള്ള പ്രശ്നത്തിൻ്റെ അനേകമടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ദുഃഖത്തിന് അടിമയാവുകയില്ല, ഞാൻ നിരാശയ്ക്ക് അടിമയാകുകയില്ല. മറിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട്, പ്രത്യാശയുടെ ചെന്നുകൊണ്ട് നിറയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നൽകുന്ന ഈ വലിയ പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സന്ദേശത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർത്തിയാക്കി തരും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ദുഃഖം മാറ്റി സന്തോഷം കൊണ്ട് നിറയുവാൻ നമ്മൾ അനുദിന വചന പാരായണത്തിലും വചനം ഏറ്റുപറയുന്നതിലും പ്രത്യാശയുടെ വചനം ഏറ്റുപറയുന്നതിലും നമ്മൾ ജാഗരൂകരായിരിക്കണം, ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ കാത്തിരിക്കുകയാണ്. നമ്മളെ തൻ്റെ അനന്ത സ്നേഹം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും ഓരോ ദിവസവും നിറയ്ക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. നമ്മളും അതിനായിട്ട് ആഗ്രഹിക്കണം, ദാഹിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവർക്കും ദൈവാനുഗ്രഹ സമൃദ്ധി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.